കൃഷി ചെയ്യാത്ത തോട്ടഭൂമി സർക്കാർ ഏറ്റെടുക്കുവാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് പീരുമേട് എംഎൽഎ വാടൂർ സോമൻ. ഇത്തരം ഭൂമികൾ സർക്കാർ ഏറ്റെടുക്കുകയോ തൊഴിലാളികളെ ഉൾപ്പെടുത്തി സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവരെ ഏൽപ്പിക്കുവാനുള്ള നിയമനിർമ്മാണം നടത്തുവാനുള്ള നടപടി സ്വീകരിക്കുക വേണമെന്നും വാടൂർ സോമൻ ആവശ്യപ്പെട്ടു. ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടം ഭൂമിയുടെ പരിരക്ഷ നേടിയിട്ടുള്ള പീരുമേട്ടിലെ MMJ പ്ലാന്റേഷൻസ് വക കോട്ടമല ബോണാമി എസ്റ്റേറ്റുകളും പീരുമേട് ടീ കമ്പനി വക ചീന്തല ലോണ്ടറി എസ്റ്റേറ്റുകളുമായി കഴിഞ്ഞ 24 വർഷമായി ആയിരക്കണക്കിന് ഏക്കർ തോട്ടഭൂമി യാതൊരുവിധ കൃഷി ചെയ്യുവാനോ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതിനോ നടപടി സ്വീകരിക്കാതെ ഉടമ ഉപേക്ഷിച്ചു പോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിലവിലെ പല തോട്ട ഉടമകളും ഭൂമി കൈവശപ്പെടുത്തുകയും ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൃഷി ചെയ്യാതെ തരിച്ചുഭൂമിയായി കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. തോട്ടം ഉടമകളുടെ ഈ തെറ്റായ നടപടികളിലൂടെ സർക്കാർ ലഭിക്കേണ്ട നികുതി ലഭിക്കാതെ വരികയും കാർഷിക മേഖലയുടെ ഉൽപ്പാദനക്ഷമത കുറയുവാനും രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലവസരം ലഭിക്കാതെ വരുന്ന സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. ആയതിനാൽ ഇത്തരം ഭൂമികൾ സർക്കാർ ഏറ്റെടുക്കുകയോ തൊഴിലാളികളെ ഉപയോഗിച്ച് സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവരെ ഏൽപ്പിക്കുകയോ നിയമനിർമ്മാണം നടത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വാടൂർ സോമൻ MLA ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യം നിയമസഭയിൽ ധനാഭ്യർത്ഥനയിലൂടെ ചർച്ചയിലും ഉന്നയിച്ചു. നമ്മുടെ താലൂക്കിലെ നിരവധിയായ ആളുകൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കുവാൻ സർക്കാർ കഠിന പരിശ്രമം നടത്തിയിട്ടും അതിനോടൊന്നും സഹകരിക്കാത്ത നിലപാടാണ് ഭൂമി കൂടുതൽ കൈവശം വെച്ചിരിക്കുന്ന ഇവിടുത്തെ തോട്ട ഉടമകളും സ്വീകരിച്ചു വരുന്നത്. തൊഴിലാളികൾക്ക് നിയമപരമായ ആനുകൂല്യങ്ങൾ നൽകാതെ തൊഴിലുടമ ഉപേക്ഷിച്ചു പോയതോ അടച്ചിരിക്കുകയോ ചെയ്തിട്ടുള്ളവ ചർച്ചയിലൂടെ തുറക്കാൻ സാധിക്കാതെ വരുന്ന തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനും പൂട്ടിയ തോട്ടങ്ങൾ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് ഏറ്റെടുത്ത് നടത്തുന്നതിനും ആവശ്യമായ നിയമനിർമ്മാണ നടപടി സ്വീകരിക്കുന്നതിന് സർക്കാർ അംഗീകരിച്ച സമഗ്ര തോട്ട നയത്തിൽ വ്യവസ്ഥയുണ്ട്. അവ എത്രയും വേഗം നടപ്പിലാക്കുവാനും നിയമനിർമ്മാണം നടത്തുവാനും വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി നിയമസഭയിൽ മറുപടിയായി പറഞ്ഞതായും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.